വിന്യാസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മെക്കാനിക് പോലീസ് കോൺസ്റ്റബിളിന്റെ 7ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതിൽ ഇതിന് മുന്നത്തെ 6 പാർട്ട് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി റീസെന്റ് നടക്കുന്ന എക്സാമുകളുടെ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകളുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ്ലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ വിന്യാസ് അക്കാദമിയിൽ നമ്മൾ ഇതിന്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെക്കാനിക് പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഡെമോ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾക്ക് വിന്യാസ് എഡ്യൂടെക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് വൺ ആണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക. വിച്ച് മെറ്റൽ ഈസ് ഫിൽഡ് ഇൻസൈഡ് ദ പോപ്പറ്റ് വാൽവ് ഫോർ കൂളിംഗ് പർപ്പസ്? കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പോപ്പറ്റ് വാൽവിൽ ആഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ എലമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെറ്റൽ ഉണ്ട്. അതിന്റെ പേരെന്താണ്? മഗ്നീഷ്യം ആണോ, പൊട്ടാസ്യം ആണോ, മെർക്കുറി ആണോ, സോഡിയം ആണോ? ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നിങ്ങൾ പഠിച്ചു പോയെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ വരും. പൊട്ടാസ്യം ആണോ, സോഡിയം ആണോ, മെർക്കുറി ആണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ഒരു പേരാണ് സോഡിയം ഫിൽഡ് വാൽവ്. അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സോഡിയം ഫിൽഡ് എക്സ്ഹോസ്റ്റ് വാൽവ് എന്ന് പറയും. അതായത് നോർമലി എക്സ്ഹോസ്റ്റ് വാൽവിലാണ്, നമ്മളിപ്പോൾ ഇൻലെറ്റ് ആണെങ്കിൽ എക്സ്ഹോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് വാൽവ് ഏതാണ്? നോർമലി പറയുന്നത് പൊപ്പറ്റ് വാൽവ് ആണ്, അല്ലെ? ആ പൊപ്പറ്റ് വാൽവില് എക്സ്ഹോസ്റ്റ് വാൽവ് സാധാരണ നമ്മൾ ഹോളോ വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. ആ ഹോളോ വാൽവ് എന്തിനാണ്? ഹോളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളയായ വാൽവ് എന്നാണ്, അല്ലെ? ഇങ്ങനെ വാൽവ് വരുമ്പോൾ ഇങ്ങനെ വാൽവ് വന്നിട്ട് ഇവിടെ ഇതിന്റെ അകത്ത് എന്തായിരിക്കും? ഹോളോ ആയിരിക്കും വരുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ സോഡിയം എന്ന് പറയുന്ന ആള് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. സോഡിയം എന്ന് പറയുന്ന ആൾ നമ്മൾ ഒരു പൗഡർ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ സോഡിയം ആഡ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഹീറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇൻലെറ്റ് വാൽവ് ആണോ എക്സോസ്റ്റ് വാൽവ് ആണോ ഏറ്റവും കൂടുതൽ ഹീറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്ഹോസ്റ്റ് വാൽവ് ആണ്. കാരണം കത്തിക്കഴിഞ്ഞ ആൾക്കാരാണ് ഈ എക്സ്ഹോസ്റ്റ് വാൽവ് ഓപ്പൺ ആയി പുറത്തേക്ക് പോകേണ്ടത്. അതേസമയം ഇൻടേക്ക് വാൽവ് വഴി കടന്നു വരുന്നത് നോർമലി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലുള്ള കമ്പാരിറ്റീവ്ലി തണുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ കൂടുതൽ ഹീറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സോഡിയം എന്ന് പറയുന്ന ഒരു എലമെന്റിനെ, ഒരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ സോഡിയം ഫിൽഡ് വാൽവ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു റീസണും കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തിനാണ് സോഡിയം ഫില്ല് ചെയ്യുന്നതൊക്കെ നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഹൈഡ്രോളിക് ടാപ്പറ്റ്. അതായത് ഒരു മെക്കാനിക്കൽ ടാപ്പറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ഹൈഡ്രോളിക് ടാപ്പറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ്? നമ്മൾ ഒരു വാൽവ് മെക്കാനിസം ഒക്കെ പഠിക്കുമ്പോൾ വരുന്ന ഒരു ആളാണ് ടാപ്പറ്റ് എന്ന് പറയുന്ന ആൾ. ടാപ്പറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇയാളെ വാൽവ് ലിഫ്റ്റർ എന്നുള്ള പേരിലൊക്കെ വിളിക്കാറുണ്ട്. വാൽവ് ലിഫ്റ്റർ എന്നുള്ള പേരിലൊക്കെ നമ്മൾ ഇയാളെ വിളിക്കാറുണ്ട്. ആ വാൽവ് മെക്കാനിസമായിട്ട് ബന്ധപ്പെട്ടാണ് അയാൾ വരുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു മെക്കാനിക് വാൽവ് ലിഫ്റ്റർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ടാപ്പറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹൈഡ്രോളിക് ടാപ്പറ്റിനെ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഗുണം? ശ്രദ്ധിച്ചേ. അങ്ങനെ ഹൈഡ്രോളിക് ടാപ്പറ്റിനെ ഉപയോഗിച്ചാൽ ഇറ്റ് എലിമിനേറ്റ്സ് ദ ടാപ്പറ്റ് നോയ്സ്. ടാപ്പറ്റ് അടിക്കുക നമ്മൾ പറയും. അങ്ങനെ ടാപ്പറ്റ് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു നോയ്സിനെ ഒഴിവാക്കാൻ പറ്റും. 2, നോ നീഡ് ഓഫ് വാൽവ് ലാഷ് അഡ്ജസ്റ്റ്മെന്റ്. വാൽവ് ലാഷ് അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. എന്താന്ന് പറഞ്ഞുതരാം. ദെൻ ഓൾ ഓഫ് ദി അബോവ്. ഇതെല്ലാം ഇതിന്റെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. നൺ ഓഫ് ദി അബോവ്. ഇതൊന്നും ഇതിന്റെ അഡ്വാൻറ്റേജ് അല്ല. ഹൈഡ്രോളിക് ടാപ്പറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. എന്താണ് ഈ ഫസ്റ്റ് ഓപ്ഷൻ എ ഉദ്ദേശിക്കുന്നത്? നോക്കിയേ, ഇത് എലിമിനേറ്റ് ദ ടാപ്പറ്റ് നോയ്സ്. അത് ടാപ്പറ്റ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു വാൽവ്, ഒരു പൊപ്പറ്റ് വാൽവ് ഇങ്ങനെ വരും. ഇതിന്റെ മുകളിൽ ഒരു റോക്കർ ആം എന്ന് പറയുന്ന ഒരാളൊക്കെ വരും. ഇതിന്റെ മുകളിൽ ഒരു റോക്കർ ആം എന്ന് പറയുന്ന ഒരാളൊക്കെ വരും. എന്നിട്ട് ഈ റോക്കർ ആമിന്റെ ടിപ്പും ഈ വാൽവിന്റെ ടിപ്പും തമ്മിൽ ഒരു ക്ലിയറൻസ് ഉണ്ടാവും. വളരെ ചെറിയ ഒരു ക്ലിയറൻസ് ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാൽവ് ക്ലിയറൻസ് എന്നോ വാൽവ് ലാഷ് എന്നോ നമുക്ക് വളരെ വിളിക്കാറുണ്ട്. വാൽവ് ക്ലിയറൻസ് എന്നോ വാൽവ് ലാഷ് എന്നോ ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഈ റോക്കറാം വന്ന് ഇതിന്മേ തട്ടും. ഈ വാൽവിനെ തട്ടുമ്പോഴാണ് വാൽവ് താഴേക്ക് മൂവ് ചെയ്ത് ഓപ്പൺ ആവുന്ന പരിപാടി. ദെൻ സ്പ്രിങ്ങിന്റെ സഹായത്തോടെ തിരിച്ചു പോയാൽ ക്ലോസ് ആവുകയും ചെയ്യും. അതാണ് വാൽവ് മെക്കാനിസത്തിൽ നടക്കുന്നത്. അപ്പൊ ഈ ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ റോക്കറാം വന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അതായത് ക്യാം ഷാഫ്റ്റ് ഒക്കെ തിരിയുന്ന സമയത്ത് ഈ വാൽവിന്റെ ടിപ്പിൽ ഒന്ന് തട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ തട്ടുമ്പോഴാണ് നമ്മൾ അതിനൊരു ടാപ്പറ്റ് നോയ്സ് അല്ലെങ്കിൽ ടാപ്പറ്റ് ശബ്ദം, ടാപ്പറ്റ് അടിക്കുക എന്നുള്ള മീനിങ്ങിലൊക്കെ നമ്മൾ കാണുന്നത്. എന്താണ് പഴയ ബുള്ളറ്റിലൊക്കെ നമ്മൾ പറയൂലേ, ആ ഒരു ടാപ്പറ്റ് അടിക്കുക എന്ന് പറയുന്ന ശബ്ദം.
അപ്പോൾ ഈ ഹൈഡ്രോളിക് ടാപ്പറ്റിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് സീറോ ക്ലിയറൻസ് എന്നാ പറയാം. സീറോ ക്ലിയറൻസ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ ക്ലിയറൻസിന്റെ എഫക്ട് കിട്ടുന്ന രീതിയിലാണ് ഹൈഡ്രോളിക് ടാപ്പറ്റിന്റെ അറേഞ്ച്മെന്റ് വരിക. എന്ന് പറഞ്ഞാൽ നോർമലി ഇരിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ക്ലിയറൻസ് ഇല്ല, സീറോ ക്ലിയറൻസ് എന്നാണ് നമ്മളെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിയറൻസ് ആ ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് എലിമിനേറ്റ്സ് ദി ടാപ്പറ്റ് നോയ്സ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നോ നീഡ് ഓഫ് വാൽവ് ലാഷ് അഡ്ജസ്റ്റ്മെന്റ്. ഈ വാൽവ് ലാഷ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഗ്യാപ്പ് പറഞ്ഞില്ലേ, ഈ ചെറിയ ക്ലിയറൻസ്, അതാണ് വാൽവ് ലാഷ് അല്ലെങ്കിൽ വാൽവ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ടാപ്പറ്റ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, കാരണം നമ്മൾ അയാൾ സീറോ ക്ലിയറൻസ് എന്ന് പറയാം. പക്ഷെ ഒരു മെക്കാനിക്കൽ ടാപ്പറ്റ് ഉപയോഗിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്യും, കാലക്രമേണ ഈ ക്ലിയറൻസ് കൂടാനോ കുറയാനോ ഒക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടക്കൊന്ന് അഴിച്ച് അതിന്റെ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് ഇടക്കൊന്ന് അഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് ക്ലിയറൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റബിൾ ആണ് എവിടെ, ഹൈഡ്രോളിക് ടാപ്പറ്റ് ഉപയോഗിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എയും ബിയും എന്താണ്, ഹൈഡ്രോളിക് ടാപ്പറ്റ് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമാണ്, അഡ്വാൻറ്റേജ് ആണ് ഓപ്ഷൻ സി, ഓൾ ഓഫ് ദി അബോവ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ദ കണക്ടിംഗ് റോഡ് ബിഗ് എൻഡ് ബെയറിംഗ് ഈസ് കണക്റ്റഡ് ടു. ഒരു കണക്ടിംഗ് റോഡിന്റെ ബിഗ് എൻഡ് ബെയറിംഗ് കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ക്രാങ്ക് പിന്നിലേക്കാണോ, ക്രാങ്ക് വെബിലേക്കാണോ, മെയിൻ ജേണലിലേക്കാണോ, മെയിൻ ബെയറിംഗിലേക്കാണോ? ക്രാങ്ക് പിന്നിലേക്കാണോ, ക്രാങ്ക് വെബ്, മെയിൻ ജേണൽ, മെയിൻ ബെയറിംഗ്, ഇതിൽ എങ്ങോട്ടാണ് ഒരു കണക്ടിംഗ് റോഡിന്റെ ബിഗ് എൻഡിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്? ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്, ക്രാങ്ക് പിൻ. ആ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു കണക്ടിംഗ് റോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം, പിസ്റ്റൺ കാണാം, ഇവിടെ കണക്ടിംഗ് റോഡ് കാണാം. ആ കണക്ടിംഗ് റോഡ് നമ്മൾ ഈ പറയുന്ന ക്രാങ്ക് ഷാഫ്റ്റിനോട് ബന്ധിപ്പിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ക്രാങ്ക് പിൻ എന്ന് പറയും. ക്രാങ്ക് പിൻ എന്ന് പറയും. ഇവിടെ നമുക്കൊരു ഡൗട്ട് വരുന്നതേ, ചിലപ്പോൾ ചിലർക്ക് ഒരു ക്രാങ്ക് വെബ് ആണോ എന്ന് ചിലപ്പോൾ ഡൗട്ട് വരും. കാരണം ഈ ക്രാങ്ക് വെബിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ക്രാങ്ക് വെബ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ക്രാങ്ക് വെബ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ഈ പറയുന്ന എന്താ ക്രാങ്ക് പിന്നിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്രാങ്ക് വെബിലാണ് നമ്മൾ ഈ ക്രാങ്ക് പിന്നിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്കാണ് ആര് വരുന്നത്, നമ്മുടെ കണക്ടിംഗ് റോഡിന്റെ ബിഗ് എൻഡ് വരുന്നത് പിന്നിലേക്കാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, ഈ ക്രാങ്ക് വെബിലേക്ക് ക്രാങ്ക് പിൻ ഉപയോഗിച്ചിട്ടല്ലേ കണക്ടിംഗ് റോഡിനെ കണക്ട് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരാം. ശ്രദ്ധിക്കുക, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഫൈനൽ ആൻസർ കീയിൽ ഉൾപ്പെടെ ഇതിന്റെ ആൻസർ വന്നത് ക്രാങ്ക് പിന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രാങ്ക് വെബ് എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് പോകണ്ട, ക്രാങ്ക് പിൻ തന്നെ എഴുതുക. കണക്ടിംഗ് റോഡ് ബിഗ് ആൻഡ് ബെയറിംഗ് ഈസ് കണക്റ്റഡ് ടു എങ്ങോട്ടാണ്, ക്രാങ്ക് പിന്നിലേക്കാണ്. നോർമലി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ക്രാങ്ക് പിൻ ഉപയോഗിച്ചിട്ട് കണക്ടിംഗ് റോഡ് ബിഗ് എൻഡിനെ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് ബന്ധിപ്പിക്കും. ഇങ്ങനെയാണ് നമ്മൾ നോർമലി പഠിക്കുന്നത്. പക്ഷെ PSCയുടെ റീസെന്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ക്രാങ്ക് പിന്നാണ്. ഓക്കെ, then fourth one, the bearing used to prevent to and fro motion of crankshaft in the endways direction is known as. The bearing used to prevent to and fro motion. To and fro motion എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എൻഡിലേക്കാണല്ലോ പറഞ്ഞത്, ഒരു എൻഡിലേക്ക്, അതായത് ഇങ്ങനെയാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഈ സൈഡിലേക്കും ഈ സൈഡിലേക്കുമുള്ള ക്രാങ്ക് ഷാഫ്റ്റിന്റെ ആക്സിയലി ഉള്ള ഒരു മൂവ്മെന്റ് ടെൻഡൻസിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബിയറിംഗ് ഏതാണ്? ഷെൽ ബിയറിംഗ് ആണോ, ജേണൽ ബിയറിംഗ് ആണോ, ത്രസ്റ്റ് ബിയറിംഗ് ആണോ, മെയിൻ ബിയറിംഗ് ആണോ? ഏതായിരിക്കും? എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ത്രസ്റ്റ് ബിയറിംഗ്. ഈ ഷെൽ ബിയറിംഗ്, ജേണൽ ബിയറിംഗ്, മെയിൻ ബിയറിംഗ് ഇതൊക്കെ ഒരേ ആൾക്കാരൊക്കെ തന്നെയാണ്. നമ്മൾ പറയുന്ന ക്രാങ്ക് ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ബിയറിംഗ് ആരാണ്? നമ്മൾ ജേണൽ ബിയറിംഗ് എന്നോ ഷെൽ ബിയറിംഗ് എന്നൊക്കെ പറയാറുണ്ട്. രണ്ട് എൻഡ്, അതായത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ രണ്ട് എൻഡ് ഉണ്ടല്ലോ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് വരക്കെ ഉണ്ടോ, ശരിക്കും നമുക്കറിയാം ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെ നല്ല ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരെൻഡ് ഇതാണ്, മറ്റേ എൻഡ് ഇതാണ് അല്ലെ. ഈ എൻഡ് ടു എൻഡ് ഇയാൾക്ക് ഒരു മൂവ്മെന്റിനുള്ള ടെൻഡൻസി ഉണ്ട്, ഇങ്ങനെ ഒരു മൂവ്മെന്റിനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ട് രണ്ട് എൻഡിലും നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ബിയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ വിളിക്കുന്ന പേരെന്താണ്? അത് ത്രസ്റ്റ് ബിയറിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഫിഫ്ത് വൺ, what is the advantage of offsetting piston pin towards the major thrust side? ഒരു പിസ്റ്റണിന്റെ മേജർ ത്രസ്റ്റ് സൈഡിലേക്ക് പിസ്റ്റൺ പിന്നിനെ ഓഫ്സെറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഓപ്ഷൻ എ, ഫോർ റെഡ്യൂസിങ് നോക്കിംഗ്, ഫോർ റെഡ്യൂസിങ് ഫ്രിക്ഷൻ ലോസ്, ഫോർ ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ, ടു മിനിമൈസിങ് പിസ്റ്റൺ സ്ലാപ്പ്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്താണ് ഈ മേജർ ത്രസ്റ്റ് സൈഡ്. മേജർ ത്രസ്റ്റ് സൈഡ് എന്നൊരു പേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് പേരുള്ള മൈനർ ത്രസ്റ്റ് സൈഡും ഒരു പിസ്റ്റൺ ഉണ്ടാവും അല്ലെ. അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ അതിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത്
ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ പിൻ ആണല്ലേ, പിസ്റ്റൺ പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ആളായിരിക്കും. ഈ പിസ്റ്റൺ ബോസിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ആളാണ് പിസ്റ്റൺ പിൻ അല്ലെ. പിസ്റ്റൺ പിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കണക്ടിംഗ് റോഡിന്റെ സ്മോൾ എൻഡിനെ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കറക്റ്റ്, ഈ പിസ്റ്റൺ ഒരു കറക്റ്റ് സെന്റർ ഉണ്ടാവുമല്ലോ, ഒരു കറക്റ്റ് സെന്റർ ഇയാൾക്ക് ഉണ്ടാവും പിസ്റ്റൺ അല്ലെ. ആ സെന്ററിൽ നിന്നും ഒന്ന് ഓഫ്സെറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ പിസ്റ്റൺ പിന്നിന്റെ സെന്റർ വരാൻ പോകുന്നത് കറക്റ്റ് ഈ പിസ്റ്റന്റെ സെന്ററിലായിരിക്കില്ല. പകരം എന്താണ്, അയാൾ ഒരു ത്രസ്റ്റ് സൈഡിലേക്ക്, ഒരു മേജർ ത്രസ്റ്റ് സൈഡിലേക്ക് അയാൾക്ക് ഒരു വലിവുണ്ടാവും, അല്ലെങ്കിൽ അയാൾക്ക് ഒരു എന്താണ് ഒരു പൊസിഷൻ, ഒരു ആ ഒരു ഭാഗത്തേക്ക് അയാൾ നീങ്ങിയിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ പിസ്റ്റനെ ഓഫ്സെറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ പിസ്റ്റനെ ഓഫ്സെറ്റ് ചെയ്യുന്നത് ഏത് ഭാഗത്തേക്കാണ്? പിസ്റ്റണിന്റെ മേജർ ത്രസ്റ്റ് സൈഡിലേക്കാണ്. എന്താണ് ഈ മേജർ ത്രസ്റ്റ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു പിസ്റ്റൺ ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഈ രണ്ട് സൈഡുകൾ ഈ സിലിണ്ടർ വാൾസുമായിട്ട് കോണ്ടാക്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വർക്കിങ്ങിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ഒരു പർട്ടിക്കുലർ സൈഡിൽ ആ കോണ്ടാക്ട് കൂടുതലായിരിക്കും. അത് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റന്റെ ഒരു സൈഡ് ഈ സിലിണ്ടർ വാളുമായിട്ട് കോണ്ടാക്ട് കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും ഇത്ര ഹൈ ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആ പിസ്റ്റൺ സിലിണ്ടർ വാൾസിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് സൈഡിലാണോ കൂടുതൽ ആ ത്രസ്റ്റ് അനുഭവപ്പെടുന്നത് അതിനെ മേജർ ത്രസ്റ്റ് സൈഡ് എന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും, മൈനർ ത്രസ്റ്റ് സൈഡ് എന്ന് വിളിക്കും. മൈനർ ത്രസ്റ്റ് സൈഡ്. എങ്ങനെയാണ് ഈ മേജർ ത്രസ്റ്റ് സൈഡും മൈനർ ത്രസ്റ്റ് സൈഡും നമ്മൾ പറയുന്നത്? അതായത് അതിനൊരു ഡെഫിനേഷൻ ഉണ്ട്. അതായത് ഞാനൊരു എഞ്ചിൻ ഇങ്ങനെ നോക്കി, ഇപ്പം എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു എഞ്ചിൻ ഇരിക്കുകയാണ് അല്ലെ, ഞാൻ ഈ എഞ്ചിൻ ഇങ്ങനെ മുന്നിൽ നിന്ന് നോക്കുകയാണ്. ആ എഞ്ചിന്റെ ഒരു പുള്ളി ഉണ്ട് അല്ലെ, ആ പുള്ളിയുടെ റൊട്ടേഷൻ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണെങ്കിൽ, ഞാൻ ഒരു എഞ്ചിനെ മുന്നിൽ നിന്ന് നോക്കിയപ്പോൾ ആ എഞ്ചിൻ പുള്ളി എന്ന് പറയുന്നത് അയാൾ ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷനിലാണ് കറങ്ങുന്നതെങ്കിൽ ആ എഞ്ചിനിലെ പിസ്റ്റന്റെ മേജർ ത്രസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ ആയിരിക്കും. അതാണ് എൻ്റെ കണക്ക്. സ്വാഭാവികമായിട്ടും റൈറ്റ് സൈഡിലുള്ളത് ആരായിരിക്കും, മൈനർ ത്രസ്റ്റ് സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ പിസ്റ്റൺ പിന്നിനെ എന്തിനാണ് ഈ മേജർ ത്രസ്റ്റ് സൈഡിലേക്ക് ഒന്ന് അടുപ്പിച്ച് വെക്കുന്നത്, ഒന്ന് ഓഫ്സെറ്റ് ആക്കി വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ടു മിനിമൈസ് ദി പിസ്റ്റൺ സ്ലാപ്പ് ആണ്. പിസ്റ്റൺ സ്ലാപ്പ് എന്താണ്? ഈ പിസ്റ്റൺ സ്ലാപ്പ് നമ്മൾ ആദ്യം പറഞ്ഞ അതേ സാധനമാണ്. എന്താണ്? പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സിലിണ്ടർ വാളുമായിട്ട് വന്ന് ഇങ്ങനെ ഒരഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പിസ്റ്റൺ സ്ലാപ്പ്. സ്ലാപ്പിന്റെ മീനിങ് തന്നെ എന്താണ്, അടിക്കുക എന്നുള്ള മീനിങ് ആണ് അല്ലെ. അപ്പൊ പിസ്റ്റൺ സ്ലാപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പിസ്റ്റൺ പിന്നിനെ മേജർ ത്രസ്റ്റ് സൈഡിലേക്ക് അടുപ്പിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ ഓഫ്സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ, then sixth one, the difference between crankshaft journal diameter and the bearing diameter is known as. ഓയിൽ ക്ലിയറൻസ് ആണോ, ക്രാങ്ക്ഷാഫ്റ്റ് ക്ലിയറൻസ് ആണോ, ത്രസ്റ്റ് ക്ലിയറൻസ് ആണോ, ജേർണൽ ക്ലിയറൻസ് ആണോ? The difference between crankshaft journal diameter and the bearing diameter is known as. ഈ ജേർണൽ എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ ജേർണൽ ബിയറിംഗ് എന്ന് പറയും അല്ലെ. അപ്പൊ ആ ജേർണൽ ബിയറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ജേർണൽ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ജേർണൽ എന്നുള്ള ടൈം എന്താ ഉദ്ദേശിക്കുന്നത്, അത് ആ ഷാഫ്റ്റിന്റെ ഒരു പോർഷൻ തന്നെ. എനിക്ക് ഇങ്ങനെ എഴുതാം, ദ പോർഷൻ ഓഫ് ഷാഫ്റ്റ്, പോർഷൻ ഓഫ് ഷാഫ്റ്റ് ഇൻസൈഡ് ദ ബെയറിംഗ്, ഇൻസൈഡ് ദ ബെയറിംഗ്. ആ ബെയറിംഗിന് ഒരു ഷെല്ലുണ്ട്. ആ ഷെല്ലിന്റെ അകത്ത് ഉൾപ്പെടുന്ന ഷാഫ്റ്റിന്റെ പാർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്, ഈ ജേർണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ബെയറിംഗിന് ആ ഒരു ഷെല്ല്, ഇതാണ് ആ ബെയറിംഗിന്റെ ഷെല്ല് എന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്തിരിക്കുന്ന ഷാഫ്റ്റിന്റെ പാർട്ട് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ക്ലിയറൻസ് ഉണ്ടാവും, നോർമലി പറയുന്ന ജേർണൽ ബിയറിംഗ്, ഷെൽ ബിയറിംഗ് എന്ന് പറയുന്ന ആളുടെ ഈ ഒരു ക്ലിയറൻസിന് ഓയിലായിരിക്കും, ഓയിലായിരിക്കും നമ്മളവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ക്ലിയറൻസിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും, ഓയിൽ ക്ലിയറൻസ്. ഒന്നൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, the difference between the crankshaft journal diameter, ഇതാണല്ലേ crankshaft journal diameter, ഇയാളാണ് crankshaft journal diameter, and the bearing diameter എന്ന് പറഞ്ഞാൽ ഇയാളാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന, അതിന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഗ്യാപ്പ് കിട്ടും അല്ലെ, ആ ഒരു ക്ലിയറൻസ് കിട്ടും. അതിനെ വിളിക്കുന്ന പേരെന്താണ്, ഓപ്ഷൻ എ, ഓയിൽ ക്ലിയറൻസ്. Then seventh one, in an IC engine, the wear out piston rings causes. ഒരു IC engine എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പിസ്റ്റൺ റിംഗിൽ തേയ്മാനം സംഭവിച്ചാൽ എന്ത് പറ്റും? ലോ ഓയിൽ പ്രഷർ, എക്സസീവ് ബ്ലാക്ക് സ്മോക്ക്, ഹൈ ഓയിൽ കൺസംഷൻ, ബോത്ത് എ ആൻഡ് ബി. ഒരു IC എഞ്ചിനാണ്, അതിൻ്റെ അകത്ത് പിസ്റ്റന്റെ റിങ്സ്
തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ പ്രഷർ കുറയും, ബ്ലാക്ക് സ്മോക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ഹൈ ഓയിൽ കൺസംഷൻ, ഓയിൽ ഒരുപാട് കൺസ്യൂം ചെയ്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, ബോത്ത് എ ആൻഡ് ബി, അഥവാ ഓയിൽ പ്രഷർ കുറയും, എക്സസീവ് ബ്ലാക്ക് സ്മോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായിരിക്കും അതിന്റെ ആൻസർ വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു സിലിണ്ടർ, ഇതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്, ഇങ്ങനൊരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് ചുറ്റും നമ്മളിങ്ങനെ റിങ്സിന് ഇട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ കംപ്രഷൻ റിങ്, ഓയിൽ റിങ് എന്നൊക്കെ പറയുന്ന പേരിൽ ഇങ്ങനെ റിങ്സിനെ നമ്മൾ ഇതിന്റെ ചുറ്റും ഇട്ടിട്ടുണ്ട്. ഇതിന് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിന് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രാങ്ക് കേസിൽ നിന്നും കൂടുതൽ ഓയിൽ കമ്പസ്റ്റൻ ചേമ്പറിലേക്കൊക്കെ എത്തും. ഓക്കെ, പിസ്റ്റന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഓയിൽ അങ്ങോട്ട് കൊണ്ട് പോകണമല്ലോ. ആ പിസ്റ്റന്റെ ഈ മുകളിലേക്ക് എത്തുന്ന ഓയിലിനെ തിരിച്ചു കൊണ്ടുവരുന്നത് ഈ പിസ്റ്റൺ റിംഗ് ആണ്. വടിച്ച് നമ്മൾ സ്ക്രാപ്പർ റിംഗ് എന്നൊക്കെ അയാൾ വിളിക്കും ഓയിൽ റിങ്ങിനെ. അപ്പോൾ ഈ ഓയിൽ റിങ്ങിലൊക്കെ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് എത്തുന്ന ആ ഓയിൽ എന്ത് ചെയ്യില്ല, അയാൾ തിരിച്ച് താഴേക്ക് വരില്ല. പകരം സിലിണ്ടർ വാൾസിലും കമ്പസ്റ്റൻ ചേമ്പറിലൊക്കെ പിടിച്ചിരിക്കും. ഇവിടെ കത്തുന്ന സമയത്ത് അഥവാ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ തിരിച്ചു പോകാൻ പറ്റാതെ പെട്ടുപോയ ഓയിൽ കത്തിപ്പോകും, അഥവാ കൺസംഷൻ കൂടും, ഓയിൽ എന്താണ് അവിടെ നിന്ന് കൂടുതലായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈ ഓയിൽ കൺസംഷൻ ആണ് നമ്മളുടെ ആൻസർ. അതല്ലാതെ ഓയിൽ പ്രഷർ കുറയാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഓയിൽ പ്രഷർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഓർത്തിരിക്കുക, റിലീഫ് വാൽവുമായിട്ടാണ്. നമ്മൾ പലപ്പോഴും എവിടേക്കോ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ വീഡിയോയിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൊക്കെ നമ്മൾ പറഞ്ഞൊരു പേരാണ് റിലീഫ് വാൽവ്, പ്രഷർ റിലീഫ് വാൽവ്. ഈ പ്രഷർ റിലീഫ് വാൽവിന്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കാരണമാണ് ഈ ലോ ഓയിൽ പ്രഷർ എന്ന് പറയുന്നത്. അതിന്റെ എഫക്റ്റ് ആയിട്ട് പ്രശ്നമായിട്ട് വരുന്നത് ലോ ഓയിൽ പ്രഷർ. അതല്ലാതെ പിസ്റ്റൺ വേണോട്ടായി വിചാരിച്ചിട്ട് ഓയിൽ പ്രഷർ കുറയേണ്ട സാഹചര്യമൊന്നുമില്ല. ഇനി എക്സസീവ് ബ്ലാക്ക് സ്മോക്ക്, സാധാരണ ഓയിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ ബ്ലാക്ക് സ്മോക്ക് എന്ന് പറയാറില്ല, പകരം ഗ്രേ അല്ലെങ്കിൽ ബ്ലൂ സ്മോക്ക് എന്നൊക്കെയാണ് നോർമലി നമ്മൾ പറയാറ്. അപ്പൊ ഈ ബ്ലാക്ക് സ്മോക്കിന്റെ പ്രശ്നം എവിടെ വരാം? ബ്ലാക്ക് സ്മോക്ക് എപ്പോഴാണ് സാധാരണ വരുന്നത്? ഒരുപാട് റിച്ച് ഫ്യൂവൽ ഉപയോഗിക്കുമ്പോൾ കത്താതെ ഇൻകംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് എക്സോസ്റ്റ് വരുമ്പോഴാണ് സാധാരണ നമ്മൾ ബ്ലാക്ക് സ്മോക്ക് എന്ന് പറയുന്ന ഒരു പുക കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. പിസ്റ്റൺ തേയ്മാനം സംഭവിച്ചാൽ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണ്? ഹൈ ഓയിൽ കൺസംഷൻ ആണ്. 8th question. Which one of the following statement is not true? പ്രത്യേകം റൗണ്ട് ചെയ്തൊക്കെയാണ്. Not true in pump circulating system. ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കൂളിംഗ് സിസ്റ്റം ആണെന്ത്? പമ്പ് സർക്കുലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആ പമ്പ് സർക്കുലേഷൻ സിസ്റ്റത്തിൽ നമ്മൾ കുറച്ച് കാര്യം, കുറെ പോയിന്റുകളായിട്ട് ഇങ്ങനെ പഠിക്കുമല്ലോ, അതിന്റെ പ്രത്യേകതകൾ പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ അതുമായിട്ട് തെറ്റായത് ഏതാണ്? താഴെ പറയുന്നതിൽ നോട്ട് ട്രൂ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓരോന്നായിട്ട് നോക്കാം. The rate of flow of water is directly proportional to the engine speed. നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് തിരിച്ചു വരാം. The water pump inlet is connected to the radiator outlet. The water jackets are in cylinder block and head. The fan belt is connected by camshaft, water pump and alternator. നോക്കാം. അപ്പൊ ഞാൻ ഇയാളുടെ ഒരു ഫിഗർ വെച്ചിട്ട് ഓരോ പോയിന്റുകൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ് ശരിയാണോ നമുക്ക് നോക്കാം, ഫിഗർ വെച്ച് നോക്കാം. ഓക്കെ, the rate of flow of water is directly proportional to the engine speed. എഞ്ചിൻ സ്പീഡ് കൂടിയാൽ പമ്പിന്റെ വർക്കിംഗ് കൂടും, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ആ സ്പീഡ് കൂടും. എഞ്ചിൻ സ്ലോ ആവുമ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ വേഗതയും കുറയും. ഇത് ശരിയാണോ? ശരിയാണ്. കാരണം എന്താണ്? ഈ എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നുമാണ് ഡയറക്റ്റ് ആർക്ക് ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്? ഈ വാട്ടറിന്റെ കൂളിംഗ് സിസ്റ്റത്തിന്റെ ആ പമ്പിന്, വാട്ടർ പമ്പിന് അല്ലെങ്കിൽ കൂളിംഗ് പമ്പിന്, സർക്കുലേഷൻ പമ്പിന് നമ്മൾ ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റിന്റെ സ്പീഡ് കൂടിയാൽ അഥവാ എഞ്ചിന്റെ സ്പീഡ് കൂടിയാൽ പമ്പിന്റെ സ്പീഡും കൂടും. അപ്പൊ എന്താണ് ഈ പറയുന്ന ഓപ്ഷൻ എ എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ദ വാട്ടർ പമ്പ് ഇൻലെറ്റ് ഈസ് കണക്റ്റഡ് ടു റേഡിയേറ്റർ ഔട്ട്ലെറ്റ്. വാട്ടർ പമ്പിന്റെ ഇൻലെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് റേഡിയേറ്ററിന്റെ ഔട്ട്ലെറ്റിലാണ്. ശ്രദ്ധിക്കുക, ഇപ്പൊ ഫിഗർ ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ പമ്പ് എന്ന് പറയുന്നത്. ഇയാൾ വാട്ടർ പമ്പ്, ഈ വാട്ടർ പമ്പിന്റെ ഇൻലെറ്റ് ആണ് ഇയാള്, ഔട്ട്ലെറ്റ് ആണ് ഇയാൾ. എവിടെ നിന്നാണ് ഈ വാട്ടർ പമ്പ് ഈ വെള്ളത്തെ വലിക്കുന്നത്, കൂളന്റിനെ വലിക്കുന്നത്? റേഡിയേറ്ററിന്റെ ഔട്ട്ലെറ്റിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ റേഡിയേറ്റർ എന്ന് പറയുന്ന ആള്. ആ റേഡിയേറ്ററിന്റെ ലോവർ ടാങ്ക് അഥവാ റേഡിയേറ്ററിന്റെ ഔട്ട്ലെറ്റിലേക്കാണ് ഞാൻ ആരെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ വാട്ടർ പമ്പിന്റെ ഇൻലെറ്റിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതും ശരിയാണല്ലോ. ഓപ്ഷൻ ബി എന്ന് പറയുന്ന ആളും ശരിയാണ്. ഇനി സി നോക്കിയേ. ദ വാട്ടർ ജാക്കറ്റ്സ് ആർ ഇൻ സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് ഹെഡ്. ശരിയാണ്. നമ്മുടെ വാട്ടർ സർക്കുലേഷന് വേണ്ടിയിട്ട് സിലിണ്ടർ ഹെഡിലും സിലിണ്ടർ ബ്ലോക്കിലൊക്കെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? വാട്ടർ ജാക്കറ്റിനെ കൊടുത്തിട്ടുണ്ട്. എ ബി സി ശരിയാണ്. ഡി നോക്കിയേ. ദ ഫാൻ ബെൽറ്റ് ഈസ് കണക്റ്റഡ് ബൈ ക്യാം ഷാഫ്റ്റ്, വാട്ടർ പമ്പ് ആൻഡ് ആൾട്ടർനേറ്റർ. അതായത് വാഹനത്തിന്റെ ക്യാം ഷാഫ്റ്റിൽ നിന്നും ആണ് കണക്ഷൻ എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന്? ഫാൻ ബെൽറ്റ്, വാട്ടർ പമ്പ്, ഓൾട്ടർനേറ്ററിലേക്കൊക്കെ പോകുന്നതെന്ന്. അല്ല, ക്യാം ഷാഫ്റ്റിൽ നിന്നുമല്ല,
ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നുമാണ് ഡ്രൈവ് പോകുന്നത് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് ചോദ്യവും. നോട്ട് ട്രൂ. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റുകൾ വ്യക്തമാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നോട്ട് ട്രൂ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 9th question. Backlash between the oil pump gears is measured by. ഓയിൽ പമ്പ് ഗിയറുകളുടെ ഇടയിലുള്ള ഒരു ബാക്ക്ലാഷിനെ മെഷർ ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? സ്ക്രൂ പിച്ച് ഗേജ് യൂസ് ചെയ്തിട്ടാണോ, സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ടാണോ, ഫീലർ ഗേജ് ഉപയോഗിച്ചിട്ടാണോ, ഡയൽ ഗേജ് ഉപയോഗിച്ചിട്ടാണോ? നമുക്ക് മിക്കവാറും എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. എന്തായിരിക്കും എൻ്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഫീലർ ഗേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓയിൽ പമ്പ് ഗിയറുകളുടെ ഇടയിലുള്ള ബാക്ക്ലാഷിനെ മെഷർ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഫിഗർ കാണിക്കാം. ഇതാണ് ഒരു ഓയിൽ പമ്പ്, ഒരു ഗിയർ പമ്പ് ഇയാൾ കാണിച്ചേക്കുന്നത്. ഗിയർ പമ്പ് ഇയാണ്. ആ ഗിയർ പമ്പിന്റെ ബാക്ക്ലാഷ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കണം. ആ ഒരു മേറ്റിംഗ് ടീത്തുകളുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിനെയൊക്കെയാണ് നമ്മൾ ബാക്ക്ലാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബാക്ക്ലാഷ് മെഷർ, ആ വളരെ ചെറിയ ഒരു ക്ലിയറൻസിനെ, ആ ഗ്യാപ്പിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഇൻസ്ട്രുമെന്റ് ആണ് ഫീലർ ഗേജ്. ഫീലർ ഗേജ്. The last question. In the bellow type thermostat, the metallic bellow filled with, ഒരു ബെല്ലോ ടൈപ്പ് തെർമോസ്റ്റാറ്റില് മെറ്റാലിക് ബെല്ലോയിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിറച്ചിരിക്കുന്നത് എന്താണ്? ഈതയിലാണോ, മീതയിലാണോ, ബ്യൂട്ടൈനാണോ, പ്രൊപ്പൈനാണോ? അല്ലെ, ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്? ഒരു കൂളിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ കൂളിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഒരാളാണെന്ത്? തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് ടൈപ്പാണ് പഠിക്കുക. ഏതൊക്കെയാ? ബെല്ലോ ടൈപ്പ് തെർമോസ്റ്റാറ്റ് വാൽവ്, ബെല്ലോ ടൈപ്പ് തെർമോസ്റ്റാറ്റ് വാൽവും അതുപോലെ വാക്സ് പെല്ലറ്റ് തെർമോസ്റ്റാറ്റ് വാൽവ്. നിലവിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വാക്സ് പെല്ലറ്റ് തെർമോസ്റ്റാറ്റ് വാൽവ് ആണ്. ഈ ബെല്ലോ ടൈപ്പ് തെർമോസ്റ്റാറ്റ് വാൽവില് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിറച്ചിരിക്കുന്ന ഒരു ബെല്ലോ എന്ന് പറഞ്ഞാൽ വീർപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അതിന്റെ അകത്ത് നിറച്ചിരിക്കുന്നത് എന്ത് മീഡിയം ആണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. ഈതയിൽ ഓർത്ത് വെക്കുക. ഈതയിൽ. ഇതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിച്ചപ്പോ ഈതയിൽ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഓപ്ഷൻ ഈതയിൽ ആൽക്കഹോൾ ഉണ്ടായിരുന്നു. ഈതയിൽ ആൽക്കഹോൾ. ഇത് രണ്ടും ഇതിന്റെ ആൻസർ ആണ്. ഈതയിൽ എന്ന് പറഞ്ഞാലും ഇനി ഈതയിൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? ബെല്ലോ ടൈപ്പ് തെർമോസ്റ്റാറ്റ് നടക്കുന്ന ഒരാളുടെ ആൻസർ ആണ്. പക്ഷെ അന്ന് PSC പ്രൊവിഷണൽ കീയിലും ഫൈനൽ കീയിലും ചലഞ്ച് ചെയ്തിട്ടൊന്നും മാറിയില്ല. ഫൈനൽ കീയിലും കൊടുത്തത് ഈതയിൽ എന്നുള്ള പേരാണ്. അതായത് ഈ ഓപ്ഷനിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ ഈതയിൽ ആൽക്കഹോളും വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. റീസെന്റ് നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഈതയിലാണ് PSC ആൻസർ ആയിട്ട് കൊടുത്തത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ നിമിയുടെ MMBയുടെ ബുക്കിൽ ഒരു സെന്റൻസ് അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ട ആള് ആ ഒരു സെന്റൻസ് വായിച്ചിട്ട് അയാൾ മനസ്സിലാക്കി ബെല്ലോ ടൈപ്പ് തെർമോസ്റ്റാറ്റിൽ ഉപയോഗിക്കുന്നത് ഈതയിൽ. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും അവിടെ മൈൻഡ് ചെയ്യുന്നില്ല. MMBയുടെ ബുക്കിൽ എന്താണോ പറയുന്നത് അതാണ് ആൻസർ. ഓപ്ഷൻ എ, ഈതയിൽ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഓട്ടോബിയൽ ആകുമ്പോൾ പല ആൻസറുകൾ കാണും. ഒരേ ക്വസ്റ്റിന് പല ആൻസറുകൾ കാണും. ഒരു ഡൗട്ട് വന്നാൽ നമ്മൾ റെഫർ ചെയ്യേണ്ട നമ്മുടെ ബുക്ക് ഏതാണ്? അത് ഹയർ ലെവലിലുള്ള ഡിപ്ലോമ ബുക്കുകളോ ബിടെക് ലെവലിലുള്ള ബുക്കുകളോ ഒന്നുമല്ല. അത് IT ലെവൽ ബുക്കായ നിമിയുടെ MMB ആണ്. അതിലെന്താണോ പറയുന്നത് അതായിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ 10 ക്വസ്റ്റിനോട് കൂടി നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ദിവസം മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.